അമ്മ ത്രേസ്യ 1550കളിലാണ് കോൺവെൻറ്റിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അമ്മ ത്രേസ്യ പുണ്യവതി ആദ്യകാലത്ത് ഒരു പുണ്യവതി എന്ന നിലയിലായിരുന്നില്ല സിസ്റ്ററായി ജീവിച്ചുകൊണ്ടിരുന്നത്. സിസ്റ്ററായിട്ട് ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ മന്ദോഷ്ണത, പ്രാർത്ഥിക്കാനൊരു മടുപ്പ്, ആത്മീയ കാര്യങ്ങളൊരു ഉത്സാഹക്കുറവ്, ഒരു ക്ഷീണം, ഒരു പല കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലായ്മ, ഇങ്ങനെയുള്ള ഒരു മന്ദോഷ്ണമായ ഒരു ലൂക്ക്വാം അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു 2 പതിറ്റാണ്ട് കാലഘട്ടം. അങ്ങനെ 2 പതിറ്റാണ്ട് കാലഘട്ടം അമ്മ ത്രേസ്യ പുണ്യവതിയുടെ ജീവിതത്തിൽ ദൈവാനുഭവത്തിനൊരു തടസ്സം, ഒരു വിരസത, ഒരു മരുഭൂമി അനുഭവം ഇങ്ങനെ കടന്നു പോകുമ്പം ഒരു ദിവസം അമ്മ ത്രേസ്യ പുണ്യവതി ഏതാണ്ട് 1555 ആ കോൺവെൻറ്റിൽ ഒരു ഫീസ്റ്റ് ആഘോഷം നടക്കുകയാണ്. ഇൻകാർണേഷൻ കോൺവെൻറ്റിലാണ് അമ്മ ത്രേസ്യ പുണ്യവതി അന്ന് ജീവിച്ചിരുന്നത്. അപ്പോൾ ഫീസ്റ്റ് ആഘോഷത്തിന് വേണ്ടി അവിടെയുള്ള സിസ്റ്റർമാർ കൽത്തുറുങ്കിൽ കെട്ടപ്പെട്ട ഈശോയുടെ ഒരു സ്റ്റാച്യു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. അമ്മ ത്രേസ്യ പുണ്യവതി അങ്ങനെ ബിസിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ഒരു കാലം. അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അതിവേഗം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ ഡെക്കറേഷന് വേണ്ടി എടുത്തു വച്ചിരിക്കുന്ന കൽത്തുറുങ്കിൽ കെട്ടപ്പെട്ട ഈശോയുടെ ഒരു തിരുസ്വരൂപം അമ്മ ത്രേസ്യ ശ്രദ്ധപ്പെട്ടു. രൂപകൽപ്പനയാവും. പക്ഷേ ആ സമയത്ത് അമ്മ ത്രേസ്യ ആ രൂപത്തിലേക്ക് നോക്കി. ശിരസ് മുതൽ പാദം വരെ തകർക്കപ്പെട്ട ഈശോ, ചമ്മട്ടിയടികളാൽ തകർന്ന ഈശോയുടെ ശരീരം, മനുഷ്യകുലത്തിൻ്റെ പാപം വഹിച്ച് പാപത്തിൻ്റെ പരിണതഫലമായ പാപത്തിന് വേണ്ടി പ്രത്യംഗം തകർന്നവനായ ഈശോ, വിരൂപമാക്കപ്പെട്ട ഈശോയുടെ മുഖം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മ ത്രേസ്യയുടെ ആത്മകഥയിൽ എഴുതി വച്ചിരിക്കുകയാണ്, ആ തിരുസ്വരൂപം കണ്ട ആ നിമിഷത്തിൽ എന്തോ ഒരു അത്ഭുത ശക്തി അമ്മ ത്രേസ്യയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അന്ന് തൊട്ട് അമ്മ ത്രേസ്യയ്ക്ക് പിന്നെ പഴയൊരു അമ്മ ത്രേസ്യയായി ജീവിക്കാൻ പറ്റിയിട്ടില്ല. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ നവീകരണം വരാൻ തുടങ്ങി, വ്യത്യാസം വന്നു. പ്രാർത്ഥനയിൽ അതീവ സ്നേഹത്തോടെ അമ്മ ത്രേസ്യയ്ക്ക് വളരാൻ പറ്റി, ദൈവസ്നേഹത്തിൽ വളരാൻ പറ്റി, ശുശ്രൂഷയിൽ വളരാൻ പറ്റി, കർത്താവിനെക്കുറിച്ച് അറിവിൽ വളരാൻ പറ്റി. അമ്മ ത്രേസ്യയ്ക്ക് അനേകം ദൈവകൃപകൾ സ്വർഗത്തിൽ നിന്ന് പടിപടിയായി നൽകപ്പെട്ടു. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ പിശാചുണ്ടെങ്കിൽ പിശാചിനെ നേരിട്ട് കാണുന്ന പോലുള്ള അനുഭവങ്ങൾ. അതുപോലെ തന്നെ അനേകം അമ്മ ത്രേസ്യ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അമ്മ ത്രേസ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം കൊടുത്തിന് പ്രത്യേക ഒരു ഗ്രേസാണ് കൺവേർഷൻ, മാനസാന്തരം. ഒരുപാട് പേര് കരഞ്ഞ് മാനസാന്തരപ്പെട്ട് കുമ്പസാരിക്കുന്നതല്ലേ. അതുകൊണ്ട് എപ്പോഴും അമ്മ ത്രേസ്യ പോകുമ്പോൾ 1-2 അച്ഛന്മാരെ എപ്പോഴും കൂടെ കൊണ്ടുപോകും. കാരണം എന്താ, ആളുകൾക്ക് കുമ്പസാരിക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ ഈ അമ്മ ത്രേസ്യയുടെ മേൽ ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ ചൊരിയപ്പെടാൻ തുടങ്ങിയ അനുഭവത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അമ്മ ത്രേസ്യയുടെ ആത്മകഥയിൽ എഴുതി വച്ചിരിക്കുന്നത് കൽത്തുറുങ്കിൽ കെട്ടപ്പെട്ട ചമ്മട്ടിയടികൾക്ക് പീലാത്തോസിൻ്റെ ആ ഒരു കൊട്ടാരത്തിൽ കൽത്തുറുങ്കിൽ കെട്ടപ്പെട്ട് ചമ്മട്ടിയടിയേറ്റ ഈശോയുടെ ഒരു സ്റ്റാച്ചു, ഒരു രൂപം അമ്മ ത്രേസ്യയുടെ ശ്രദ്ധയിൽപ്പെട്ട ആ ഒരു ഇൻസിഡൻറ്റ് തൊട്ടാണ് ജീവിതത്തിൽ ആഴമേറിയ നവീകരണം ദൈവം ആരംഭിച്ചതെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൂശിതനായ ഈശോയുടെ രൂപവും ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഓർമ്മയും അതുപോലുള്ള നമ്മുടെ ഭവനത്തിലും ദേവാലയത്തിലുമുള്ള കുരിശിൻ്റെ വഴി രൂപങ്ങളും ഇതെല്ലാം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവമക്കളോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശമുണ്ട്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് അപ്പോസ്തലന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനുഭവം കിട്ടിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ അപ്പോസ്തലൻ ആഴമേറിയ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇതാണ്: ക്രൂശിതനായ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മതി. ക്രൂശിതനായ ഈശോയെക്കുറിച്ചുള്ള അറിവ് നേടാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലന് ലാഭമായിരുന്നതെല്ലാം നഷ്ടമാക്കി കരുതി.
എല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമാണ് പിന്നെ അപ്പോസ്തലൻ ഏകാഗ്രതയോടെ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 7-8 തിരുലിഖിതങ്ങൾ, എനിക്ക് ലാഭമായിരുന്നവയെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. അത് ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രതിയാണ്. ക്രൂശിതനായ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ഞാൻ നഷ്ടമായി കണക്കാക്കി. ശേഷം വീണ്ടും പറയുകയാണ്, ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം, ക്രൂശിതനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവ്വതും നഷ്ടമായി ഞാൻ പരിഗണിക്കുന്നു. സർവ്വതും നഷ്ടമായി ഉപേക്ഷിക്കാൻ പൗലോസ് അപ്പോസ്തലൻ റെഡിയാണ്. ദേവസായം പിള്ളയെ കുറിച്ച് പറഞ്ഞു, കുരിശിൽ മരിച്ച ഈശോയെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ക്രൂശിതനെ സ്വന്തമാക്കാൻ, ആ ക്രൂശിതനെ നേടാൻ, ആ ക്രൂശിതനോടുകൂടെ ആ ക്രൂശിതനെ മുമ്പിൽ ഇരിക്കാൻ, ആ ക്രൂശിതനെ ഓർക്കാൻ, അത് നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു തുറവി, ഒരു അഭിഷേകം നമുക്ക് തന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. അത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മേൽക്കുമേൽ നമ്മുടെ മേൽ കൃപ കൊണ്ടുവരും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ബനവഞ്ചൂർ അന്നത്തെ കാലത്ത് വളരെ ശക്തമായ വിധം ദൈവത്തിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നല്ലൊരു തിയോളജിയനായിരുന്നു വിശുദ്ധ ബനവഞ്ചൂർ. വിശുദ്ധ ബനവഞ്ചൂർ തിയോളജി പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. അങ്ങനെ വിശുദ്ധ ബനവഞ്ചൂർ തിയോളജി പഠിപ്പിക്കുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ എഴുതുകയും ചെയ്യും. ഒരു ദിവസം സെൻറ് തോമസ് അക്വീനാസ് എന്ന് പറഞ്ഞാൽ സുമ തിയോളജി എഴുതി വളരെ ടോപ്പായ ജ്ഞാനിയും പണ്ഡിതനാണ്. സെൻറ് തോമസ് അക്വീനാസിനെ കുറിച്ച് പറഞ്ഞത് ഏഞ്ചലിക് ഡോക്ടർ എന്നാണ് പറയുന്നത്. ഏഞ്ചലിക് ഡോക്ടർ, മാലാഖമാരുടെ അതായത് ഭയങ്കര ജ്ഞാനമുള്ള ആളാണ് സെൻറ് തോമസ് അക്വീനാസ്. പക്ഷേ സെൻറ് തോമസ് അക്വീനാസ് ഈ ബനവഞ്ചർ പഠിപ്പിക്കുന്നത് കേൾക്കുകയും ബനവഞ്ചറിൻ്റെ പുസ്തകത്തിൽ തിയോളജിക്കൽ വിഷയങ്ങളൊക്കെ ഡീൽ ചെയ്തിരിക്കുന്നത് കാണുകയും ചെയ്തപ്പോൾ ഒരു അത്ഭുതം, ഇതൊക്കെ എങ്ങനെയാണ് വിശുദ്ധ ബനവഞ്ചറിന് ഇതൊക്കെ കിട്ടുന്നത്? അതുകൊണ്ട് ഒരു ദിവസം സെൻറ് തോമസ് അക്വീനാസ് വിശുദ്ധ ബനവഞ്ചറിൻ്റെ അടുത്ത് വന്നു. വിശുദ്ധ ബനവഞ്ചറിനോട് ചോദിച്ചു, ഈ അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ, ഈ അത്ഭുതകരമായ ജ്ഞാനം, ഈ അത്ഭുതകരമായ ഈ റെവലേഷൻ എവിടുന്നാണ്, ഏത് പുസ്തകം, എങ്ങനെയാണ് നിങ്ങൾ ഇത് സമ്പാദിക്കുന്നത് എന്ന് വിശുദ്ധ ബനവഞ്ചറിനോട് വിശുദ്ധ തോമസ് അക്വീനാസ് ചോദിച്ചു. അപ്പോൾ വിശുദ്ധ ബനവഞ്ചർ തോമസ് അക്വീനാസ് പുണ്യവാളനെ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഒരു ക്രൂശിതരൂപ മുറിയിലുണ്ട്. ആ ക്രൂശിതരൂപത്തെ ചൂണ്ടിക്കാണിച്ചത് പറഞ്ഞു, ഇതാ ഈ ക്രൂശിതരൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുമേൽ നിൽക്കുമ്പോഴാണ് എനിക്ക് റെവലേഷൻ ലഭിക്കുന്നത്. ഞാൻ ഈ പഠിപ്പിക്കുന്ന തിയോളജികളും ഞാൻ ഈ എഴുതുന്ന പുസ്തകങ്ങളുടെ എല്ലാ ജ്ഞാനവും എനിക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് ഇതാ ഈ ക്രൂശിതനായ യേശുവിനെ ഞാൻ മുട്ടുമേൽ നിൽക്കുന്ന സമയത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഒരു റെവലേഷൻ, ദൈവത്തിൻ്റെ ഒരു സ്നേഹം, ദൈവത്തിൻ്റെ ഒരു ടച്ച് ആഗ്രഹിക്കുന്നവ എല്ലാ എളിയ മക്കളോടും കർത്താവിൻ്റെ സഭയിൽ അനേകം വിശുദ്ധന്മാരുടെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ്, ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുക. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിൽ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പുസ്തകമാണ്. ഒരുപാട് പേരുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് അടിസ്ഥാനം സഹായിച്ചിട്ടുള്ളൊരു പുസ്തകമാണ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്, ഉന്നതവും സ്വർഗീയവുമായ കാര്യത്തെപ്പറ്റി ധ്യാനിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും പറ്റി ഓർക്കുക. അവിടുത്തെ തിരുമുറിവുകളെ പറ്റിയുള്ള സ്വമനസാലെ ധ്യാനിക്കുക. ഇത് നിങ്ങളെ സ്വർഗത്തിലെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ഉന്നതവും സ്വർഗീയവുമായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഓർക്കാനോ പറയാനോ പഠിപ്പിക്കാനോ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആകുലപ്പെടേണ്ട. ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഓർക്കുക, അവിടുത്തെ തിരുമുറിവുകളെ പറ്റി ഹൃദയത്തിൽ ചിന്തിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയ പാപ്പരത്വം മാറ്റി നിങ്ങളെ ആത്മീയ കൃപ കൊണ്ട് നിറയ്ക്കുന്ന ഒരു അനുഭവമാക്കിയത് മാറ്റും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ് പ്രായോഗികമായി ഈ ക്രൂശിതനായ യേശുവിനെ കുറിച്ച് ചിന്തിക്കുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രൂശിതനായ യേശുവിനെ കുറിച്ച് ചിന്തിക്കാൻ പല രീതികൾ സഭാ മാതാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്
ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഓർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് കുരിശിൻ്റെ വഴി. കുരിശിൻ്റെ വഴി ചെല്ലുക. അപ്പോൾ നമ്മൾ ക്രൂശിതനായ ഈശോയെക്കുറിച്ചാണ് അതിനകത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും. വേറെ ഒന്നും അതിനകത്ത് പറയുന്നില്ല, ക്രൂശിതനായ ഈശോയെക്കുറിച്ചാണ്. ഈ കുരിശിൻ്റെ വഴി മുഴുവൻ, ആ പുസ്തകം മുഴുവൻ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ അത്രയും ഒരു 3/4 മണിക്കൂർ സമയം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റോ ഒരു 7 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ വഴി ഞാൻ പറഞ്ഞു തരാം. അതായത് അതിൻ്റെ 14 സ്റ്റേഷൻ മുഴുവൻ അങ്ങോട്ട് കാണാതെ പഠിക്കുക. 1-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്നു. നിങ്ങൾ ആ ക്രൂശിതനായ ഈശോ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുന്ന രംഗങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. പിന്നെ അതിൻ്റെ കുറച്ച് പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലുക. 2-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുക. 3-ാം സ്ഥലം, ഈശോ 1-ാം പ്രാവശ്യം നിലത്ത് വീഴുന്നു, അതിനെക്കുറിച്ച് കുറച്ച് നേരം ചിന്തിക്കുക. അതിന് കുറച്ച് ഒരു സ്വർഗ്ഗസ്നായ ഒരു നന്മ പറഞ്ഞു പറയും, പ്രാർത്ഥനയൊക്കെ ചെല്ലുക. ഒരു 5-6 മിനിറ്റ്, ഒരു 7 മിനിറ്റോട് നിങ്ങൾക്ക് ഈശോയുടെ പീഡാസഹനം പെട്ടെന്ന് ധ്യാനിക്കാൻ പറ്റും. അങ്ങനെ 14 സ്ഥലവും നിങ്ങൾ ധ്യാനിക്കുക. ഒരു മുഴുവൻ കുരിശിൻ്റെ വഴിയല്ല, പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേറ്റാൽ നിങ്ങൾ ഈശോയുടെ പീഡാസഹനങ്ങളെ ധ്യാനിച്ച്, ഈശോയെ ഏറ്റുപറഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് മറ്റ് ജോലികൾക്ക് വേണ്ടി ഇറങ്ങുക. നിങ്ങൾ രാത്രി നിങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും ക്രൂശിതനായ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ഈശോയെ ഏറ്റുപറഞ്ഞ് പിതാവിനെ മഹത്വപ്പെടുത്തി നിങ്ങൾ വിശ്രമിക്കാൻ പോവുക. നിങ്ങളുടെ എൻ്റയർ സോൾ വിൽ ബി റിന്യൂഡ് ആൻഡ് വിൽ ബി സ്ട്രെങ്തൻഡ്. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളൊരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നത് അതേ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് തന്നെ ചെന്നിട്ട് ചെയ്യേണ്ട ഒരു ഹോംവർക്കാണ് ആ കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലം കാണാതെ പഠിക്കണം. എപ്പോഴും പുസ്തകം കൊണ്ട് നടക്കാത്ത എളുപ്പമായിരിക്കുകയല്ല. അതുകൊണ്ട് കുരിശിൻ്റെ വഴി 14 സ്ഥലം, എല്ലാ പ്രാർത്ഥനകളും കാണാതെ പഠിക്കാൻ എളുപ്പമായിരിക്കുകയല്ല. ആ 14 സ്ഥലത്തെ ആ സ്റ്റേഷൻസ്, ആ 14 സ്ഥലത്തിൻ്റെ ആ ഒരു ഹെഡിങ് മാത്രം കാണാതെ പഠിക്കുക. പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ധ്യാനിക്കുക. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ഓർക്കാനും ധ്യാനിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ചെറിയ ഒരു വഴിയായിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ ഇത് ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയപ്പെടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലെസ്സിങ്, ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലെസ്സിങ് കാണുന്ന ഇങ്ങനെയാണ്: അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 10-ാം അധ്യായത്തിൽ 37-43 വരെ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് കൊർന്നേലിയസിൻ്റെ ഭവനത്തിൽ പത്രോസ് അപ്പോസ്തലൻ്റെ പ്രസംഗമാണ്. പത്രോസ് അപ്പോസ്തലന് പറയാൻ വേറെ അധികം കാര്യങ്ങളില്ല, ഒറ്റ കാര്യമേ ഉള്ളൂ: ഈശോയെ യഹൂദന്മാർ കുരിശിൽ തറച്ചു, ഈശോ യഹൂദന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു, അവൻ യഹൂദന്മാരുടെ കൈകളാൽ യഹൂദന്മാർ അവനെ കുരിശിൽ തറച്ച് കൊന്നു, ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു, അവൻ ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വീണ്ടും വരും, അവൻ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ഈശോയുടെ കുരിശ് മരണത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ കൊർന്നേലിയസിൻ്റെ വീട്ടിൽ പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ തുടർന്ന് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്: കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ക്രൂശിതനായ യേശുവിനെ കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ പറയുകയോ ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സിലും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഉണ്ടാവും. പരിശുദ്ധാത്മാവ് അവിടെ വർഷിക്കപ്പെടും. ഇത് ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വെളിപ്പെടുത്തലാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് കൂടെ ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന, കൂടെ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ മേഖലകളിൽ ആത്മീയ വളർച്ചയ്ക്കും ആത്മീയ ഉത്കർഷത്തിനും ആത്മീയ നവീകരണത്തിനും ക്രൂശിതനായ യേശുവിനെക്കുറിച്ചുള്ള ഓർമ്മയും ധ്യാനവും വളരെ സഹായകരമാണ്. വിശുദ്ധ ഫൗസ്റ്റീന ഒരു ദിവസം ഈ ഈശോയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ആരാധനയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരാധനയുടെ മുമ്പിൽ വിശുദ്ധ ഫൗസ്റ്റീന ഇരിക്കുമ്പോൾ ക്രൂശിതനായ ഈശോ കുരിശും വഹിച്ച് മുൾക്കിരീടം തറയിൽ വെച്ച് ശരീരം മുഴുവൻ രക്തത്തിൽ കുതിരുന്ന അവസ്ഥയിലുള്ള കുരിശ് ചുമക്കുന്ന ഈശോ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വിശുദ്ധ ഫൗസ്റ്റീനോട് പറഞ്ഞു, വളരെ കുറച്ച് ആളുകൾ മാത്രമേ സ്നേഹത്തോടെ എൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ നടത്തുന്ന കുരിശിൻ്റെ വഴികളൊക്കെ കടമ കഴിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടാകാം, പള്ളിയിൽ പോയി എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടാകാം, പലതും ഉണ്ടാകാം.
ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു ഇങ്ങനെ, വളരെ കുറച്ച് ആളുകൾ മാത്രമേ എൻ്റെ പീഡാസഹനങ്ങൾ, ഞാൻ മനുഷ്യകുലത്തിന് വേണ്ടി വഹിച്ച ഈ കുരിശുമരണത്തെക്കുറിച്ചും പീഡാസഹനത്തെക്കുറിച്ചും സ്നേഹവായ്പോടെ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് സ്നേഹവായ്പോടെ ചിന്തിക്കുന്നവരുടെ മേൽ ഞാൻ ഉന്നതമായ കൃപകൾ വർഷിക്കുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഈശോ വെളിപ്പെടുത്തിയതാണ്. വിശുദ്ധ ഫൗസ്റ്റീന വീണ്ടും മറ്റൊരവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ വീണ്ടും ഫൗസ്റ്റീനയ്ക്ക് ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു. ഫൗസ്റ്റീന ഡയറി 369 പാരഗ്രാഫിൽ നമുക്കത് വായിക്കാൻ പറ്റും. ഫൗസ്റ്റീന ഡയറി 369. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഒരു വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന രക്തം ഒലിപ്പിക്കുന്ന വിധമുള്ള ചാട്ടവാർ അടികളേക്കാൾ വൈശിഷ്ട്യം എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് 1 മണിക്കൂർ ധ്യാനിക്കുന്നതിനുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ധ്യാനം കൂടി ഒരാൾ കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും വളരാൻ ആഗ്രഹിച്ച് നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി നിങ്ങൾ ഒരു തീരുമാനം എടുത്തു, നിങ്ങളെ തന്നെ പരിത്യാഗ പ്രവൃത്തികളും പ്രായശ്ചിത്ത പ്രവൃത്തികളും കൊണ്ട് ബലപ്പെടുത്താൻ. അങ്ങനെ നിങ്ങൾ പരിത്യാഗ പ്രവൃത്തികളും പ്രായശ്ചിത്ത പ്രവൃത്തികളും അനുഷ്ഠിക്കാൻ തുടങ്ങി. നിങ്ങൾ ചാട്ടവാർ അടിക്കാനും നിങ്ങൾ ഉപവാസം എടുക്കാനും തുടങ്ങി. ഈശോ പറയാണ്, 1 വർഷം മുഴുവനും നിങ്ങൾ ചാട്ടവാറ് കൊണ്ട് അടിച്ച്, നിങ്ങളുടെ ശരീരത്തിൽ ചോര ഒഴുകുന്ന വിധം ചാട്ടവാറ് കൊണ്ട് അടിച്ച്, അങ്ങനെയുള്ള പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ച് ദൈവസന്നിധിയിൽ നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതിന് കൃപ കിട്ടും, പ്രായശ്ചിത്തത്തിനും പരിഹാരത്തിനും അതിന് വിലയുണ്ട്. എന്നിട്ട് കർത്താവ് പറയാണ്, എന്നാൽ അതിനേക്കാൾ കൂടുതൽ വൈശിഷ്ട്യം, അതിനേക്കാൾ കൂടുതൽ ദൈവകൃപ ലോകത്തിലേക്ക് വർഷിക്കപ്പെടുന്ന മറ്റൊരു പ്രാർത്ഥനാ രീതിയുണ്ട്. അതാണ് എൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് 1 മണിക്കൂർ നീ ധ്യാനിച്ചാൽ അതിനേക്കാൾ കൂടുതൽ കൃപകൾ വർഷിക്കപ്പെടും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 1 വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രക്തമൊലിപ്പിക്കുന്ന ചാട്ടവാർ അടികളേക്കാൾ വൈശിഷ്ട്യം എൻ്റെ പീഡാസഹനത്തെപ്പറ്റി 1 മണിക്കൂർ ധ്യാനിക്കുന്നതിനുണ്ട്. ഫൗസ്റ്റീന ഡയറി 369. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ രീതിയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൽ മനുഷ്യരോടുള്ള സ്നേഹം അറ്റുപോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹം അറ്റുപോയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വചന മതബോധന ഗ്രന്ഥം 290 രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുകാറ്റ് 290. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: നാം എത്ര അധികമായി പാപം ചെയ്യുന്നുവോ അത്ര അധികമായി സ്നേഹിക്കാൻ കഴിവ് നഷ്ടപ്പെട്ടവരായി നമ്മൾ രൂപാന്തരപ്പെടുന്നു. നമ്മളെല്ലാം കാണും, എല്ലാം കേൾക്കും, ഒന്നും ചെയ്യുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പാപം വർദ്ധിക്കും തോറും നമ്മൾ എത്ര അധികമായി പാപം ചെയ്യുന്നുവോ അത്ര അധികമായി സ്നേഹിക്കാൻ കഴിവില്ലാത്തവരായി നമ്മൾ മാറുന്നു, പ്രതികരിക്കാൻ കഴിവില്ലാത്തവരായി നമ്മൾ മാറുന്നു. സ്നേഹിക്കാൻ കഴിവ് നഷ്ടപ്പെട്ട് പാപത്താൽ മരവിച്ചൊരാത്മാവാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് ധ്യാനിക്കുക.